ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആദ്യം ഗ്യാപ്പാണ്. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ കാര്യമാണ് ഗ്യാപ്പ്, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഓക്കെ, GAAP സ്റ്റാൻഡ്സ് ഫോർ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. സോ ഇതെന്താണത്? The rules and guidelines used in preparing accounting reports are termed as generally accepted accounting principles അഥവാ GAAP. നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ, അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസിനാണ് പറയുന്നത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അഥവാ ഗ്യാപ്പ് എന്ന്. ഓക്കെ, അപ്പോൾ നമ്മളിത് ഓൾറെഡി നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടായിരിക്കും. അക്കൗണ്ടിങ് അസംഷൻസ്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, മോഡിഫൈയിങ് പ്രിൻസിപ്പിൾസ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിട്ടുണ്ടാവും. ഇതിനെയൊക്കെ കൂടെ പറയുന്ന പേരാണ് ഗ്യാപ്പ്. ഓക്കെ, അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ റൂൾസിനാണ് പറയുന്നത് ഗ്യാപ്പ്. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിങ് അസംഷൻസ് ഏതൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ അക്കൗണ്ടിങ് എൻറ്റിറ്റി അസംഷൻ. ഓക്കെ, കൺസെപ്റ്റ് അല്ലെങ്കിൽ അസംഷൻ എന്നും പറയാം. ഓക്കെ, അക്കൗണ്ടിങ് എൻറ്റിറ്റി അസംഷൻ. ഓക്കെ, രണ്ടാമത്തേത് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്. ഇത് നാലും എന്താണ്? അസംഷൻസ് ആണ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് ആണ്. ഓക്കെ, എന്താണ് ഈ കോൺസെപ്റ്റ് അല്ലെ അസംഷനിൽ പറയുന്നത്? It refers to certain necessary assumptions or conditions on which the accounting system is based. നമ്മുടെ അക്കൗണ്ടിങ് സിസ്റ്റം ബേസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിങ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന ബേസിക് അസംഷൻസിനാണ് പറയുന്നത് അക്കൗണ്ടിങ് അസംഷൻസ്. ഫോർ എക്സാമ്പിൾ, അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ബിസിനസ് യൂണിറ്റ് ഈസ് ഡിസ്റ്റിങ്ക്റ്റ് and completely separate from its owners. The business is treated as a unit or entity separate from the persons who own it. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ എനിക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ, ഞാനൊരു ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ ഞാനും എൻ്റെ ഫേമും രണ്ട് ആൾക്കാരാണ്, സെപ്പറേറ്റ് എൻറ്റിറ്റീസാണ്. ഓണറും ബിസിനസ്സും സെയിം അല്ല, രണ്ടാണ് എന്ന് പറയുന്ന അസംഷനാണ് അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അഥവാ അക്കൗണ്ടിങ് എൻറ്റിറ്റി അസംഷൻ. ഓക്കെ, ഞാനും ബിസിനസ്സും ഓണറും രണ്ടാണ്, ഒന്നല്ല, രണ്ടാണ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. ഓക്കെ, രണ്ടാമത്തെയാണ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. As per this concept, transactions that can be measured in terms of money only are recorded in the books of accounts. This helps to record different kinds of economic activity on a uniform basis. എന്താണ് പറയുന്നത്? മണി മെഷർമെൻറ്റിലുള്ളത് മണിയിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാറുള്ളൂ. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെഷറബിൾ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ, ജേണലിലാണേലും ലെഡ്ജറിലാണേലും ഒക്കെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻ മാത്രമേ റെക്കോർഡ് ചെയ്യത്തുള്ളൂ. ക്വാളിറ്റേറ്റീവ് ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യാറില്ല. ഓക്കെ, നമ്മളെ ഒരു ഫ്രണ്ട് സഹായിച്ചു, അതെന്താണ്? നമുക്ക് സഹായിച്ച ഫ്രണ്ടിനോട് നമുക്ക് നല്ല നന്ദിയുണ്ട് അല്ലേ? സഹായിച്ചു ഇൻ ടേംസ് ഓഫ് മണിയല്ല, നമ്മൾക്ക് ക്യാഷായിട്ട് തന്ന് സഹായിക്കുമല്ല, പക്ഷേ നമ്മളെ ഏതെങ്കിലും വിധത്തിലൊന്ന് സഹായിച്ചു അല്ലേ? അപ്പോൾ അതെന്താണ്? ഒരു ക്വാളിറ്റേറ്റീവ് സർവീസാണ്. നമ്മൾ ക്യാഷ് പേ ചെയ്തില്ല, പകരം നമുക്ക് ആ ഒരു നന്ദി ഉണ്ടാവും അല്ലേ? അപ്പം അതൊരു ക്വാളിറ്റേറ്റീവ് സർവീസാണ്. അത് ക്വാണ്ടിറ്റേറ്റീവ് അല്ല, മെഷറബിൾ അല്ലാത്തത് കൊണ്ട് നമ്മൾ ആ സഹായത്തെ ഒരിക്കലും നമ്മൾ റെക്കോർഡ് ചെയ്യത്തില്ല. ഓക്കെ, മൂന്നാമത്തെയാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. As per this concept, the business unit is assumed to have an indefinite life. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബിസിനസ് ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ ഈ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് എൻ്റെ അസംഷൻ്റെ അർത്ഥം. ഓക്കെ, അസംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പ്രസ്യൂം ചെയ്യുന്ന കാര്യം അല്ലേ? നമ്മൾ ഒന്ന് മനസ്സിൽ എന്താണ് നമ്മുടെ അല്ലേ അസ്യൂം ചെയ്യുന്നു അല്ലെ, അസംഷൻ അല്ലെ പ്രസ്യൂം ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ? നമ്മുടെ ബിസിനസ് ഈ അടുത്ത കാലത്തുനിന്ന് നമ്മൾ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് അതിൻ്റെ അസംഷൻ ഫോളോ ചെയ്യുന്നു എന്നതിൻ്റെ അർത്ഥം. ഇൻ കേസ് ഇപ്പം ഞാൻ എൻ്റെ ബിസിനസ് നെക്സ്റ്റ് ഇയറിൽ സ്റ്റോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ എൻ്റെ അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ പറയണം, എൻ്റെ നോട്ട്സ് ടു അക്കൗണ്ട്സിൽ പറയണം, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ഇവിടെ ഞാൻ ഫോളോ ചെയ്യുന്നില്ല. കാരണം
ഞാൻ അടുത്ത വർഷം ഈ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യും എന്ന് പറയണം. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ എൻ്റെ ബിസിനസ് വർഷങ്ങളോളം തുടരും, എനിക്കത് സ്റ്റോപ്പ് ചെയ്യാനേ ഉദ്ദേശമില്ല എന്ന്. ഓക്കെ, അതാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ഓക്കെ, ഇതുപോലുള്ള ഏത് അസംഷൻസ്, ഏത് കോൺസെപ്റ്റ് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുണ്ടോ, നമ്മളത് നമ്മുടെ അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ കറക്റ്റായിട്ട് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനോട് പറഞ്ഞിരിക്കണം. നോട്ട്സ് ടു അക്കൗണ്ട്സിൽ നമ്മൾ ഇൻവെസ്റ്റേഴ്സിനോട് പറഞ്ഞിരിക്കണം. ഓക്കെ, അവർക്ക് അതിനെക്കുറിച്ചൊരു ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ 4ാമത്തെ കോൺസെപ്റ്റാണ് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്. The period of interval for which the account is kept for ascertaining the result of business during the period is called accounting period. So നമുക്കറിയാം, നമ്മൾ നോർമലി ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് പീരീഡ് ഏപ്രിൽ ടു മാർച്ച് ആണ് അല്ലേ. ഒരു വർഷത്തെ ഏപ്രിൽ തൊട്ട് മാർച്ച് വരെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അത് ചിലപ്പോൾ ജാനുവരി തൊട്ട് ഡിസംബർ ഫോളോ ചെയ്യുന്ന വരെ ഉണ്ടാകാം. പക്ഷെ നോർമലി 365 ഡേയ്സ് അല്ലെങ്കിൽ 52 ഡേയ്സ് ആണ് നോർമലി നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ നമ്മൾ എന്തിനാണ് അങ്ങനെ ഫോളോ ചെയ്യുന്നത്? ഒരു വർഷത്തെ റിസൾട്ട് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഡ്യൂറിങ് ദാറ്റ് പീരീഡ്, അക്കൗണ്ടിങ് പീരീഡിലെ റിസൾട്ടാണ് നമ്മൾ അസർട്ടൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കോൺസെപ്റ്റ്സ് ഉള്ളത്. പിന്നെ വരുന്നതാണ് കൺവെൻഷൻസ് അല്ലെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എൻട്രീസ് ഒക്കെ എഴുതുമ്പോൾ നമ്മൾ ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ നമ്മൾ ഫോളോ ചെയ്യാറുണ്ട് അല്ലേ. ഒരു ഡെബിറ്റിന് ഒരു ക്രെഡിറ്റ് ഉണ്ടായിരിക്കും അല്ലേ. ഒരിടത്ത് നമ്മളൊരു ഫർണിച്ചർ മേടിച്ചാൽ, നമ്മുടെ ഫർണിച്ചർ മേടിക്കുമ്പോൾ ഫർണിച്ചർ ഈസ് ആൻ അസറ്റ്. സോ ഇൻ കേസ് അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു, ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫർണിച്ചർ മേടിച്ചത് ക്യാഷിനാവുമ്പോൾ ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് കുറഞ്ഞു, അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു അല്ലേ. ഒരിടത്ത് ഡെബിറ്റ് ചെയ്യുമ്പോൾ വേറിടത്ത് ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ എന്നത് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ് each and every business transaction has 2 aspects, a giving aspect and a receiving aspect. എല്ലാ ട്രാൻസാക്ഷനും 2 ആസ്പെക്റ്റ് ഉണ്ട്. ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും അല്ലേ, അല്ലെങ്കിൽ ഒരു ഗിവിങ് ആസ്പെക്റ്റും ഒരു റിസീവിങ് ആസ്പെക്റ്റും. ഓക്കെ, ഫോർ എവറി ഡെബിറ്റ് ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് കറസ്പോണ്ടിങ് ക്രെഡിറ്റ് എന്നും നമുക്ക് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റിനെ പറയാം. ഓക്കെ, പിന്നെ വരുന്നതാണ് വേരിയബിലിറ്റി ഓർ ഒബ്ജക്റ്റിവിറ്റി പ്രിൻസിപ്പിൾസ്. This principle states that the accounting data provided in the books of account should be verifiable and dependable. നമ്മുടെ ബുക്കിൽ കാണിച്ചിരിക്കുന്ന അക്കൗണ്ടിങ് ഡേറ്റ, നമ്മുടെ കറക്റ്റായ നമ്മുടെ പർച്ചേസസ് കാണിച്ചിരിക്കുന്ന എമൗണ്ട്, അല്ലെങ്കിൽ സെയിൽസിൻ്റെ എമൗണ്ട്, അല്ലെങ്കിൽ നമ്മൾ സാലറി കൊടുത്ത എമൗണ്ട്, അതുപോലെ നമ്മൾ ബുക്സിൽ കാണിച്ചിരിക്കുന്ന എല്ലാ ഡേറ്റയും വേരിഫയബിളും ഡിപ്പെൻഡബിളും ആയിരിക്കണം. നമുക്ക് വിശ്വസിക്കാൻ കഴിയാവുന്നതുമായിരിക്കണം, നമുക്ക് വെരിഫൈ ചെയ്യാൻ കഴിയാവുന്നതുമായിരിക്കണം. ഓക്കെ, വെരിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കൊരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ഉണ്ടായിരിക്കണം. ലൈക്ക് ഇപ്പോൾ ഫർണിച്ചർ മേടിച്ചതിന് നമുക്കൊരു ബില്ലുണ്ടായിരിക്കണം അല്ലേ. നമ്മൾ ലേബർ ചാർജസ് കൊടുത്തു അല്ലെ സാലറി കൊടുത്തു, നമുക്കതിന് വൗച്ചർ ഉണ്ടായിരിക്കണം അല്ലേ. അതാണ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് അഥവാ വേരിഫയബിൾ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോഴ്സ് ഡോക്യുമെൻ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഓക്കെ, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? all transactions should be recorded at their acquisition cost. ഓക്കെ, അക്വിസിഷൻ കോസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ ഒരു അസറ്റ് മേടിച്ചു. അപ്പോൾ നമ്മളൊരു ഫ്രിഡ്ജ് മേടിക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും അതിൻ്റെ കൂടെ ഒരു സ്റ്റെബിലൈസർ മേടിക്കണം വേണ്ടേ? ഫ്രിഡ്ജിൻ്റെ കോസ്റ്റ് മാത്രം നമ്മൾ ബുക്സിൽ കാണിച്ചാൽ മതിയോ? പോരാ. കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫ്രിഡ്ജിൻ്റെ കൂടെ ഉറപ്പായും ഒരു സ്റ്റെബിലൈസർ വേണം അല്ലേ. ഫ്രിഡ്ജിൻ്റെ ലൈഫിനെ ബാധിക്കും എന്നാണ് പറയപ്പെടുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ മെയിൻ ഫിക്സഡ് അസറ്റിൻ്റെ കൂടെ നമ്മൾ ആ ഫിക്സഡ് അസറ്റിൻ്റെ ലൈഫ് കൂട്ടാൻ വേണ്ടി നമ്മളൊരു സ്റ്റെബിലൈസർ മേടിച്ചു, അല്ലെങ്കിൽ ആ ഫിക്സഡ് അസറ്റ് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്കുണ്ടായ ചിലവ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അല്ലെ ലേബർ ലോഡിങ് ആൻഡ് അൺലോഡിങ് കോസ്റ്റ്, ഇതെല്ലാം നമ്മുടെ അക്വിസിഷൻ കോസ്റ്റായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ്? നമുക്കുണ്ടായ ചിലവുകളെല്ലാം അക്വിസിഷൻ കോസ്റ്റിലായിരിക്കണം നമ്മുടെ ബിസിനസ് ട്രാൻസാക്ഷൻ എഴുതുന്നത്, റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. റിയൽ കോസ്റ്റ്. നെക്സ്റ്റ് വരുന്നതാണ് റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾസ്. എന്താണ് റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്? റവന്യൂ ഇസ് ദി എമൗണ്ട് വിച്ച് എ ബിസിനസ് ഏൺസ് ത്രൂ സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്. നമ്മുടെ റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഗുഡ്സ് വിൽക്കുമ്പോഴോ, നമ്മൾ മാനുഫാക്ചർ ചെയ്ത ഗുഡ്സ് വിൽക്കുമ്പോഴോ, അല്ലെങ്കിൽ നമ്മുടെ സർവീസ് റെൻഡർ ചെയ്യുമ്പോഴോ. സർവീസ് റെൻഡർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്നലെ പറഞ്ഞിരുന്നു, ഡോക്ടേഴ്സ് സർവീസ് റെൻഡർ ചെയ്താണ് അവർ റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ സർവീസ് റെൻഡർ ചെയ്തോ അല്ലെങ്കിൽ ഗുഡ്സ് വിറ്റോ നമുക്കുണ്ടാകുന്നൊരു ഇൻകമാണ് റവന്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റവന്യൂ എപ്പോഴാണ് റെക്കോർഡ് ചെയ്യേണ്ടത്?
Revenue is recorded at the time when the ownership of goods passes from the seller to the buyer. നമ്മൾ എപ്പോഴാണോ നമ്മുടെ കയ്യിലിരിക്കുന്ന ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ കസ്റ്റമറിൻ്റെ കയ്യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഓണർഷിപ്പ് എപ്പോഴാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അന്നേരമാണ് നമ്മൾ റവന്യൂ റെക്കോർഡ് ചെയ്യപ്പെടേണ്ടത്. ഇതിൻ്റെ അകത്ത് ഒരുപാട് റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. റവന്യൂ റെക്കഗ്നിഷൻ സ്റ്റാൻഡേർഡ് അത് നെക്സ്റ്റ് സെമ്മിലാന്ന് തോന്നുന്നു നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അന്നേരം അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇത്ര അറിഞ്ഞാൽ എന്നാൽ മതി. നമ്മൾ ഓണർഷിപ്പ് എപ്പോഴാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അന്നേരമാണ് നമ്മൾ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. നമുക്ക് വിറ്റു, നമ്മുടെ സാധനം വിറ്റു എന്ന് പറയേണ്ടത്, അല്ലെങ്കിൽ ആ എമൗണ്ട് കാണിക്കേണ്ടത് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് മാച്ചിങ് പ്രിൻസിപ്പിൾ. എന്താണ് മാച്ചിങ് പ്രിൻസിപ്പിൾ പറയുന്നത്? ഓൺലി ദോസ് എക്സ്പെൻസസ് പെർട്ടൈനിങ് ടു ദി കറൻറ്റ് അക്കൗണ്ടിങ് പീരീഡ് മസ്റ്റ് ബി മാച്ച്ഡ് അഗെയിൻസ്റ്റ് എ റവന്യൂ റിലേറ്റിംഗ് ടു ദി സെയിം പീരീഡ്. ഇറ്റ് മീൻസ് ദാറ്റ് ദ ഇൻകം ആൻഡ് എക്സ്പെൻസസ് ടേക്കൺ ഷുഡ് ബി ഓഫ് ദി സെയിം പീരീഡ്. സോ നമ്മൾ എക്സ്പെൻസ് എന്തിനു വേണ്ടിയാണ് നമുക്ക് ഉണ്ടാകുന്നത്? നമുക്ക് ചിലവുകൾ എന്തിനാണ് ഉണ്ടാകുന്നത്? നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ചിലവുകൾ ഉണ്ടാകുന്നത്. ലൈക്ക് ലേബേഴ്സിന് സാലറി കൊടുത്തു, അല്ലെങ്കിൽ എംപ്ലോയീസിന് സാലറി കൊടുത്തു. എന്തിനാണ് എംപ്ലോയീസിനെ അല്ലെങ്കിൽ ലേബേഴ്സിനെ നമ്മൾ നിർത്തുന്നത്? നമ്മുടെ ഫങ്ഷൻസ് അല്ലേ, നമ്മുടെ ഇൻകം, നമുക്ക് സെയിൽ നടക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ് നടക്കാൻ വേണ്ടിയാണ് നമ്മൾ ലേബേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഇൻകം ക്രിയേറ്റ് ചെയ്യുന്ന അതേ പീരീഡിൽ തന്നെ വേണം, ആ ഗുഡ്സ് വിൽക്കുന്ന അതേ പീരീഡിൽ തന്നെ വേണം അതുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ആ ഗുഡ്സ് ആ ഇൻകമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസും റെക്കോർഡ് ചെയ്യപ്പെടാൻ എന്നതാണ് മാച്ചിങ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് കൺവെൻഷൻ ഓഫ് ഡിസ്ക്ലോഷർ. എന്താണിത് പറയുന്നത്? ദിസ് കൺവെൻഷൻ സജസ്റ്റ് ദാറ്റ് ദി അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റ് മസ്റ്റ് ബി പ്രിപ്പയർഡ് ഓണസ്റ്റ്ലി ആൻഡ് മസ്റ്റ് കണ്ടെയ്ൻ ഓൾ റിലവൻറ്റ് മെറ്റീരിയൽ ഇൻഫർമേഷൻ. എന്താണ് പറയുന്നത്? നമ്മുടെ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ എല്ലാ ഇൻഫർമേഷനും, എല്ലാ മെറ്റീരിയൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ എന്ന് പറയാം. ഓക്കെ, എല്ലാ മെറ്റീരിയൽ ഇൻഫർമേഷനും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് എന്തെല്ലാം നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ട് എന്താ പറയുക, ഒരു ഡിസിഷൻ എടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണെങ്കിൽ ഓക്കെ, അതിനെ നമുക്ക് മെറ്റീരിയൽ ഇൻഫർമേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ഇൻവെസ്റ്റേഴ്സിന് ഈ നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ നമുക്കതിനെ മെറ്റീരിയൽ ഇൻഫർമേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പം എല്ലാ മെറ്റീരിയൽ ഇൻഫർമേഷനും നമ്മുടെ ബുക്സിലുണ്ടായിരിക്കണം. ലൈക്ക് വലിയ ചിലവുകൾ നമ്മളത് മറച്ചു വെച്ച് നമ്മുടെ പ്രോഫിറ്റ് കൂടുതലുണ്ട് എന്ന് പറയാൻ പാടില്ല അല്ലേ, അല്ലെങ്കിൽ വലിയ ഇൻകംസ് നമുക്കുണ്ടായി, അത് നമ്മൾ കാണിക്കാതെ, നമ്മൾ ടാക്സ് ഇവേഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ഇൻകം കാണിക്കാതിരിക്കരുത്. ഓക്കെ, അപ്പം അതൊക്കെ മെറ്റീരിയൽ ഇൻഫർമേഷനാണ്. നമ്മൾ ഇൻകം കാണിക്കാതിരിക്കുകയോ എക്സ്പെൻസ് കാണിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മെറ്റീരിയൽ ട്രാൻസാക്ഷൻ കാണിക്കാതിരിക്കുകയോ ചെയ്താൽ അത് എന്താ പറയുക, അത് ഫ്രോഡാണ് അല്ലേ, അത് അങ്ങനെ ചെയ്യരുത്. ഓക്കെ, അങ്ങനെ ചെയ്യരുതെന്നാണ് കൺവെൻഷൻ ഓഫ് ഡിസ്ക്ലോഷറിൽ പറയുന്നത്. ഓണസ്റ്റായിട്ട് തന്നെ നമ്മൾ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യണം. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് പബ്ലിഷ്ഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മസ്റ്റ് ഫുള്ളി ഡിസ്ക്ലോസ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് ദ കൺസേൺ ഫോർ എ പർട്ടിക്കുലർ പീരീഡ് ഓർ ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. നമ്മുടെ കൺസേണിൻ്റെ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആയിരിക്കണം കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കൺസേൺ, ഇപ്പോൾ ശരിക്കും എൻ്റെ ബിസിനസ് പോകുന്നത് ലോസിലാണ്, പക്ഷേ എൻ്റെ അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടാൽ എൻ്റെ ബിസിനസ്സാണ് ഏറ്റവും പ്രോഫിറ്റബിൾ ബിസിനസ് എന്ന് തോന്നുകയാണെങ്കിൽ അത് ട്രൂ ആൻഡ് ഫെയർ വ്യൂ അല്ല. പക്ഷേ എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലും ഈ ബിസിനസ് ലോസിലാണ് തന്നെയാണ് പോകുന്നത് എന്ന് ഞാൻ ഓണസ്റ്റായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എങ്കിൽ അതൊരു ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഓണസ്റ്റ് ആയിരിക്കണം, കറക്റ്റ് ഇൻഫർമേഷൻ ആയിരിക്കണം ഡിസ്ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ് മോഡിഫയിങ് പ്രിൻസിപ്പിൾസ്. ഓക്കെ, ദിസ് പ്രിൻസിപ്പിൾസ് വിച്ച് ഗീവ് ഡ്യൂ കൺസിഡറേഷൻ ടു ദി യൂസേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ആരാണോ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു വെച്ച് വായിക്കുന്നത് അവരാണ് നമ്മുടെ യൂസേഴ്സ്. അത് നമ്മളുടെ ഇൻവെസ്റ്റേഴ്സ് ആകാം, അല്ലെങ്കിൽ ഗവൺമെൻറ് ആകാം, അല്ലെങ്കിൽ ബാങ്ക്സ് ആകാം. ഓക്കെ, ബാങ്കിൽ നിന്നൊക്കെ നമ്മൾ ലോൺ എടുക്കും. അന്നേരം നമ്മൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ ബാങ്കിന് കൊടുക്കണം. എന്തിനാണത് കൊടുക്കുന്നത്? ബാങ്കിന് തോന്നണം അല്ലേ, ഇതിൻ്റെ അകത്തുനിന്ന് ഇത് റീപേ ചെയ്യും, ലോൺ കൊടുത്താലും ഇവർക്ക് റീപേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് ബാങ്കിന് തോന്നിയാൽ മാത്രമേ ബാങ്ക് നമുക്ക് ലോൺ തരത്തുള്ളൂ അല്ലേ. അപ്പം ഇവരൊക്കെയാണ് നമ്മുടെ യൂസേഴ്സ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ റീഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ളതാണ് മോഡിഫയിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ്? ഒന്ന്, പ്രിൻസിപ്പിൾ ഓഫ് മെറ്റീരിയാലിറ്റി. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ മെറ്റീരിയൽ ഇൻഫർമേഷൻ
ഓക്കെ, മെറ്റീരിയൽ ഇൻഫർമേഷൻ എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു. ആസ് പെർ ദിസ് പ്രിൻസിപ്പിൾ ഓൾ മെറ്റീരിയൽ ഫാക്ട്സ് ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. എല്ലാ മെറ്റീരിയൽ ഇൻഫർമേഷനും ഫാക്ട്സും നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ കൊടുത്തിരിക്കണം. ഓക്കെ, നാച്ചുറലി എ ക്വസ്റ്റ്യൻ അറൈസ് ആസ് ടു വാട്ട് ഈസ് മെറ്റീരിയൽ ആൻഡ് വാട്ട് ഈസ് ഇംമെറ്റീരിയൽ. എന്താണ് മെറ്റീരിയൽ ആൻഡ് ഇംമെറ്റീരിയൽ? American Accountants Association states that an item should be regarded as material if there is a reason that knowledge of it would influence the decision of informed investors. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മെറ്റീരിയൽ, ഈ ഒരു ഇൻഫർമേഷൻ കണ്ടിട്ട് ഇൻവെസ്റ്റേഴ്സ് തീരുമാനിക്കുകയാണ്, ഏതെങ്കിലും കാര്യം തീരുമാനിക്കാൻ തോന്നുന്നുവെങ്കിൽ, ലൈക്ക് ബാങ്ക് നമ്മൾ പറഞ്ഞു അല്ലേ, ബാങ്കിന് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടിട്ട് തോന്നുവാണ് ഇവർക്ക് പൈസ കൊടുത്താൽ ഇവർ ഒരിക്കലും കാശ് തിരിച്ചു തരാൻ പോകുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ എന്താണ്, നമ്മൾ മെറ്റീരിയൽ ഇൻഫർമേഷൻ കാണിച്ചിട്ടുണ്ട് അല്ലേ, നമ്മുടെ കറക്റ്റാണ്, നമ്മുടെ ഡിസ്ക്ലോഷർ കറക്റ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. അല്ല നമ്മൾ ഏതെങ്കിലും കാരണവശാൽ നമ്മൾ മെറ്റീരിയൽ ഇൻഫർമേഷൻ കാണിക്കാതെയാണ് നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ പോകുന്നതെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഈ കോൺസെപ്റ്റിന് എതിരെയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇമ്മെറ്റീരിയൽ ഇൻഫർമേഷൻ? ഒട്ടും റിലവൻ്റ് അല്ലാത്ത അല്ലേ, ലൈക്ക് ഇപ്പം ഒരു വലിയൊരു കമ്പനി റിലയൻസ് മാനുഫാക്ചറിങ് അല്ലേ, റിലയൻസ് ഇൻഡസ്ട്രീസ്, അപ്പോൾ അവർ ഏതെങ്കിലും ഒരു ചെറിയ എക്സ്പെൻസ് കാണിച്ചിട്ടില്ല, ലൈക്ക് വിട്ടുപോയി, എന്താണ് ഒരു ചെറിയ ഒരു സാധാരണ ഒരു വേജസ് കൊടുത്തു, ലോഡിങ് അൺലോഡിങ്ങിനും ഉള്ള ഒരു വേജസ് കൊടുത്തു, ഒരു 500 രൂപ കാണിച്ചില്ല എന്ന് വെച്ചു, എക്സാമ്പിൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണത്? അത് ഇമ്മെറ്റീരിയൽ ഇൻഫർമേഷനാണ്. കാരണം റിലയൻസിൻ്റെ ഇൻകം അല്ലെ എക്സ്പെൻസസ് എന്നൊക്കെ പറയുന്നത് ക്രോസ് റുപ്പീസാണ്. അപ്പോൾ ഒരു 100-500 രൂപയോ കാണിച്ചില്ല, അല്ലെ 1000 രൂപ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ എക്സ്പെൻസ് കാണിക്കാൻ വിട്ടുപോയി എന്നതുകൊണ്ട് നമ്മുടെ അവരുടെ ഇൻവെസ്റ്റേഴ്സിന് ഒന്നും ഒരു പ്രശ്നവുമില്ല അല്ലേ. അത് ഇമ്മെറ്റീരിയൽ ഇൻഫർമേഷനാണ്, ഒട്ടും റിലവൻ്റ് അല്ലാത്ത ഇൻഫർമേഷനാണ്. ഓക്കെ, ഇമ്മെറ്റീരിയൽ ഇൻഫർമേഷൻ അത് കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നെക്സ്റ്റ്, പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി. എന്താണ് പറയുന്നത്? അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി ദ സെയിം മെത്തേഡ്സ്, പ്രാക്ടീസ് ആൻഡ് പോളിസി ഷുഡ് ബി ഫോളോഡ് ഫ്രം വൺ പീരീഡ് ടു അനദർ ടു മേക്ക് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കമ്പയറബിൾ. ലൈക്ക് നമ്മൾ പറയുകയാണ്, നമ്മൾ ഡിപ്രിസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഈ വർഷം WDV മെത്തേഡും അടുത്ത വർഷം SLM മെത്തേഡ്, അതിൻ്റെ അടുത്ത വർഷം വീണ്ടും WDV മെത്തേഡ്, ഇങ്ങനെ മാറ്റി എടുക്കാമെന്ന് വെച്ചോ, അങ്ങനെ എടുക്കാൻ സാധിക്കില്ല എന്നതാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ഓക്കെ, WDV ആണ് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത് എന്ന് തീരുമാനിച്ചാൽ എല്ലാ വർഷവും WDV തന്നെ ഫോളോ ചെയ്യണം. അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ, ഇത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ പറയുന്നുണ്ട്, ഏതെങ്കിലും കാരണവശാൽ നമുക്ക് WDVയിൽ നിന്ന് മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, WDV ഇത്രയും നാൾ ഫോളോ ചെയ്തു, ഇനി മുതൽ നമ്മൾ SLM ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഇനി മുതൽ SLM ആയിരിക്കണം ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ വീണ്ടും WDVയിലേക്ക് നമ്മൾ ചേഞ്ച് ഓവർ ചെയ്യാൻ പാടില്ല. എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന പ്രാക്ടീസസ് അല്ലെ മെത്തേഡ്സ് അല്ലെ പോളിസീസ് എല്ലാം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്തിരിക്കണം. നെക്സ്റ്റ് വരുന്നതാണ് പ്രൂഡൻസ്. The excessive dependence on the convention of conservatism may lead to objectionable results. Hence, the accountant should exercise caution and discretion in applying accounting method and policies. He must not give undue emphasis on the convention of conservatism. So, നമ്മുടെ അക്കൗണ്ടൻറ്റ് കോഷൻ ആൻഡ് ഡിസ്ക്രീഷൻ നമ്മൾ ഉണ്ടായിരിക്കണം. ഏത് അക്കൗണ്ടിങ് മെത്തേഡാണ് അല്ലെ പോളിസീസാണ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ളതിന് ഡ്യൂ കൺസിഡറേഷൻ കൊടുത്തിരിക്കണം. അതാണ് പ്രൂഡൻസ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ടൈംലിനെസ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ ഓൺ ടൈം. നമുക്ക് എപ്പോഴാണോ ഇൻഫർമേഷൻ വേണ്ടത് ആ സമയത്ത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, അവൈലബിൾ ഓൺ ടൈം ആയിരിക്കണം. നമുക്ക് വേണ്ട സമയത്ത് ഇൻഫർമേഷൻ കിട്ടിയിരിക്കണം. ഓക്കെ, അല്ലാത്ത പക്ഷം നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് ഗുണമില്ല അല്ലേ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ അറിയണം എൻ്റെ ബിസിനസ് പ്രോഫിറ്റബിൾ ആണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ എനിക്ക് P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഇപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താണത്, അവൈലബിൾ ഓൺ ടൈം ആണെന്ന് നമുക്ക് പറയാം അല്ലേ. കറക്റ്റ് സമയത്ത് നമുക്ക് കറക്റ്റ് ഇൻഫർമേഷൻ തരുന്നുണ്ട് അല്ലേ എന്ന് നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് സബ്സ്റ്റൻസ് ഓവർ ഫോം ആൻഡ് ലീഗാലിറ്റി. ഈ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണെന്നറിയോ?
This principle states that transactions and financial events are accounted for and presented in accordance with their substance and economic reality and not merely in their legal form. For example, ഞാൻ ഒരു മാർച്ച് 31 ഞാൻ എൻ്റെ വീടിൻ്റെ അപ്പുറത്തെ സ്ഥലം ഞാൻ മേടിക്കാൻ തീരുമാനിച്ചു. ഓക്കെ, മാർച്ച് 31 മേടിക്കാൻ തീരുമാനിച്ചു. എന്താ പറയുക, ഞാൻ പിന്നെ പൈസയായിട്ടില്ല, പക്ഷെ ഞാൻ ആധാരമൊക്കെ എഴുതി ലീഗൽ ഫോമിൽ അത് ഓക്കെയാണ്. ഞാൻ ആ സ്ഥലം മേടിച്ചു മാർച്ച് 31 അതായത് ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ എൻഡിങ്ങിൽ ഞാൻ ആ സ്ഥലം ലീഗൽ ഫോമിൽ ലീഗലി ഞാൻ ആ സ്ഥലത്തിൻ്റെ ഉടമയായി. പക്ഷേ ഞാൻ അതിൻ്റെ പൈസ കൊടുത്തിട്ടില്ല. പൈസ ഞാൻ ഏപ്രിൽ 1 കൊടുക്കുന്നതെന്ന് വെച്ചോ. ഓക്കെ, അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ബുക്സിൽ കാണിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ഈ ഈ കോൺസെപ്റ്റ് പറയുന്നത്. സോ ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ ലീഗൽ റിയാലിറ്റിയേക്കാൾ കൂടുതൽ ഇക്കണോമിക് റിയാലിറ്റി വേണം കൺസിഡർ ചെയ്യാൻ എന്നതാണ് സബ്സ്റ്റൻസ് ഓവർ ഫോം ആൻഡ് ലീഗാലിറ്റി പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, certain industries may deviate from GAAP because of peculiarity of its operation and practice. For example, banking companies are governed by Banking Regulation Act. Insurance companies are governed by Insurance Act. These acts give specific format and guidelines for the preparation of final accounts. So, ചില കമ്പനീസ് ലൈക്ക് ബാങ്കിങ് കമ്പനീസ് അല്ലെ ഇൻഷുറൻസ് കമ്പനീസിനൊക്കെ സ്വന്തമായിട്ട് ആക്ട് ഉണ്ട്. ഓക്കെ, ആ ആക്ടിൻ്റെ അകത്ത് പറയുന്നുണ്ട് അവരെങ്ങനെ വേണം ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ, എന്തൊക്കെ ഫോളോ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള കേസിൽ അവർ ആ പ്രിൻസിപ്പിൾസാണ് ഫോളോ ചെയ്യുന്നത്. ഗ്യാപ്പ് ഫോളോ ചെയ്യണം എന്ന് ഇല്ല. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് അക്കൗണ്ടിങ്ങിനെ തന്നെ നമുക്ക് 3 തരംതിരിക്കാം. ബേസിക്കലി 3 തരംതിരിക്കാം. 1 ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, 2 കോസ്റ്റ് അക്കൗണ്ടിങ്, 3 മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും ഒക്കെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ് പഠിക്കുന്നത്. നിങ്ങൾ 5th സെം എത്തുമ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും ഒക്കെ പഠിക്കും. ഓക്കെ, ഇപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ? എന്താണ്? ഇറ്റ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിങ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, ട്രാൻസാക്ഷൻ ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ആർ അറ്റ് ലീസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ദെയർ ഓഫ്. നമ്മൾ +2 പഠിച്ചതാണ് അല്ലേ? എന്താണ്? നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നു, നമ്മളതിനെ പ്രോസസ്സ് ചെയ്യുന്നു, ആൻഡ് നമ്മളത് യൂസ്ഫുള്ളാക്കി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ രൂപത്തിൽ നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു അല്ലേ? നമ്മൾ എങ്ങനെയാണ് ഡേറ്റ കളക്ട് ചെയ്യുന്നത്? നമ്മളാദ്യം നമുക്കൊരു ട്രാൻസാക്ഷൻ ഉണ്ടാകുന്നു, ഫിക്സഡ് അസറ്റ് മേടിക്കുന്നു. നമ്മളാദ്യം ജേണലിൽ എഴുതുന്നു അല്ലേ? ഫിക്സഡ് അസറ്റ് അക്കൗണ്ടഡ് ടു ക്യാഷ് ബീയിങ് ക്യാഷ് പെയ്ഡ് ഫോർ ദി പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ജേണലിൽ എഴുതുന്നു. അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ലെഡ്ജറിലേക്ക് അത് മാറ്റുന്നു. ഫിക്സഡ് അസറ്റിൻ്റെ ലെഡ്ജറിലും ക്യാഷ് ബുക്കിലും നമ്മൾ ആ ട്രാൻസാക്ഷൻ റെസ്പെക്റ്റീവ് എൻട്രി ഇട്ട് എഴുതുന്നു അല്ലേ? നമ്മൾ ആ ലെഡ്ജറിൽ നിന്ന് നമ്മൾ ലാസ്റ്റ് ട്രയൽ ബാലൻസ് എടുക്കുന്നു. ട്രയൽ ബാലൻസിൽ നിന്ന് P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നു. ഇതാണ് ശരിക്കും സംഭവിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നു അല്ലേ? നമ്മുടെ ഫിനാൻഷ്യൽ പ്രോഫിറ്റ് ഓർ ലോസ് നമുക്ക് അനലൈസ് ചെയ്യാൻ സഹായിക്കുന്നു. അതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഉദ്ദേശം അല്ലേ? നെക്സ്റ്റ് വരുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ശാഖയാണ്. ഓക്കെ, വിച്ച് ഈസ് കൺസേൺ വിത്ത് റെക്കോർഡിംഗ് ഓഫ് ദി എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ മാനുഫാക്ചറിങ് എ പ്രൊഡക്റ്റ് ഓർ റെൻഡറിങ് എ സർവീസ്. ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോഴോ നമ്മളൊരു കേക്ക് മാനുഫാക്ചർ ചെയ്യുന്ന കാര്യം പറഞ്ഞു. ആ കേക്ക് ഉണ്ടാക്കാൻ നമുക്ക് എത്ര രൂപ ചിലവായി എന്ന് നമ്മൾ അറിയണം. എന്തിനാണത് അറിയുന്നത്? നമുക്ക് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യണം വേണ്ടേ? നമുക്ക് 100 രൂപ ചിലവായെങ്കിൽ നമുക്ക് 150 രൂപ സെല്ലിംഗ് പ്രൈസ് ഇടാം അല്ലേ? 100 രൂപ ചിലവായോ എന്ന് നമ്മളെങ്ങനെ അറിയുന്നത്? നമ്മളതിൻ്റെ കോസ്റ്റ് അനലൈസ് ചെയ്തിട്ടാണ് അറിയുന്നത്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് ഈ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ ഓപ്പറേറ്റിംഗ് സർവീസസ് ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റ് അനലൈസ് ചെയ്യാനുള്ളൊരു അക്കൗണ്ടിങ് ബ്രാഞ്ചാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഡൺ ഇൻ സച്ച് എ മാനർ ദാറ്റ് എക്സ്പെൻസസ് ആർ അനലൈസ്ഡ് ആൻഡ് ക്ലാസിഫൈഡ് സോ ദാറ്റ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് എനി പർട്ടിക്കുലർ പ്രോസസ് ഓർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ or service rendered can be determined with a desired level of accuracy. വളരെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ 5th സെം എത്തുമ്പോൾ നമുക്കത് പഠിക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് ബ്രാഞ്ചാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്.
വളരെ ഈസിയാണ്. നമുക്കൊരുപാട് എൻട്രീസോ കാര്യങ്ങളോ ഒന്നുമില്ല, മൊത്തം കോൺസെപ്റ്റ്സ് ആണ്. ഓക്കെ, മൊത്തം കോൺസെപ്റ്റ്സ് ആണ്. സോ അത് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നൊരു ശാഖയാണ്. ഓക്കെ, ദെൻ അടുത്ത വരുന്നതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. It is a branch of accounting which is concerned with accounting information useful to management. നമ്മുടെ മാനേജ്മെൻറ്റിന്, നമ്മുടെ ഡിസിഷൻ എടുക്കുന്ന ആൾക്കാർക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷനെ പ്രോസസ്സ് ചെയ്തെടുക്കുന്നു. ഓക്കെ, അതിനാണ് പറയുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ കുറേ ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ലൈക്ക് റേഷ്യോ ഒക്കെ നിങ്ങൾ ഒരു പക്ഷേ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പം എന്തിനാണ് ഇത് എടുക്കുന്നത്? മാനേജ്മെൻറ്റിന് ഡിസിഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ അക്കൗണ്ടിങ് ഇൻഫർമേഷനെ പ്രോസസ്സ് ചെയ്തെടുക്കുന്നു. നമ്മുടെ GP റേഷ്യോ കാണുമ്പോൾ അറിയാം നമുക്ക് പ്രോഫിറ്റബിൾ ആണോ അല്ലേ? നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ കാണുമ്പോൾ അറിയാം നമ്മുടെ റവന്യൂ എക്സ്പെൻസസ് കൂടുതലുണ്ടോ കുറവുണ്ടോ അല്ലേ? നമ്മുടെ ഫേം പ്രോഫിറ്റബിൾ ആയിട്ടാണോ പോകുന്നത് അല്ലേ? അപ്പം GP റേഷ്യോ നല്ലതായിരുന്നു, പക്ഷേ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ കുറഞ്ഞു പോയി എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ എക്സ്പെൻസസ് കൂടുതലാണ് അല്ലേ എന്നതാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ ഇൻകത്തേക്കാൾ കൂടുതൽ നമ്മുടെ എക്സ്പെൻസസ് കൂടുന്നു അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഡിസിഷൻ എടുക്കാൻ അല്ലെങ്കിൽ കൺട്രോളിങ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് എന്താണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇന്ന് നമുക്കിത് കൊണ്ട് നിർത്താം. അടുത്ത ദിവസം നമുക്ക് അതിൻ്റെ ബാക്കി കാണാം. ഓക്കെ, താങ്ക് യു.